ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഹെൽത്തി ഡിഷാണ്, വളരെ ഹെൽത്തിയാണെന്ന് പറയാം. അതായത് പച്ച നിറത്തിലുള്ള പയർ, അതായത് ചെറുപയർ, ഗ്രീൻ ഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊന്ന് മുളപ്പിച്ചുകൂടി ആവുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഇരട്ടിക്കും. അപ്പോൾ എന്ത് സാധനം നമ്മൾ മുളപ്പിക്കുമ്പോഴാണല്ലോ ഗുണങ്ങൾ കൂടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബർഗറാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ മുളപ്പിച്ച ചെറുപയർ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുക്കറിൽ വേവ് അനുസരിച്ച് വേവിക്കുക. അത് വളരെ കുറവ് വേണ്ടു, പെട്ടെന്ന് വെന്ത് കിട്ടും. അതിൽ കൂടെ തന്നെ 2 ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഉടച്ചെടുക്കണം. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടിട്ട് ഉടച്ചെടുക്കുക. കഴിയുന്നതും വെള്ളം കുറവാക്കിയിട്ട് വെക്കുക. അതിൻ്റെ വെള്ളം പോലും നമ്മൾ കളയാൻ പാടില്ല. അപ്പോൾ സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉടച്ചെടുക്കാം. അപ്പോൾ ഇതൊരു മത്ത് കൊണ്ട് എന്തെങ്കിലും ഇതുകൊണ്ട് ഒന്ന് ഇടിച്ച് ഒന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് നമ്മളൊരു പാൻ വയ്ക്കുക. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഏത് എണ്ണയായാലും കുഴപ്പമില്ല, സൺഫ്ലവർ ആയാലും എന്തായാലും നിങ്ങൾക്ക് ഓലിവ് ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. അതിൽ കൂടെ കുറച്ച് സവാള ഇടുക, കുറച്ച് പച്ചമുളക് ഇടുക, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി. ഇതിങ്ങനെ വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്താ നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമ്മൾ പച്ചമുളക് ഇടുക, പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി, പിന്നെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ജീരകപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അത് ഒന്ന് നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കുക. അപ്പം തന്നെ തീ ഓഫ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരിയാൻ പാടില്ല. നന്നായിട്ട് ചൂടൊന്ന് ക്രമീകരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കരിയാൻ ഒട്ടും തന്നെ പാടില്ല. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിനയില വേണമെങ്കിൽ പുതിനയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഉടച്ച് വെച്ച ചെറുപയറും ഉരുളക്കിഴങ്ങും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വേണം ഇനി നമുക്ക് ആക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് ശരിയാക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഇടാം, എരിവിനനുസരിച്ച്. കുട്ടികൾക്കാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് ചാട്ട് മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് ചെറിയ തീയിൽ ഒന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ അതിലെ വെള്ളം മുഴുവനും വറ്റി വരും കേട്ടോ. ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് അവസാനം നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്, അതല്ലെന്നുണ്ടെങ്കിൽ റസ്ക് പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പാറ്റീസ് പോലെ തയ്യാറാക്കണം. നമ്മളിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് പ്ലേറ്റിൽ ആക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ഒട്ടും തന്നെ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ ചെറുപയർ ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും നമ്മൾ യൂസ് ചെയ്യുക. അത് മുളപ്പിച്ച് യൂസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കഴിക്കാത്തവർ പോലും കഴിക്കും. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇതുണ്ടാക്കി കൊടുക്കാം. നമ്മൾ ചെറുപയർ മുളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കയ്പ്പ് രസം മാത്രം ഇങ്ങനെ നമുക്ക് പിടിക്കാത്തതുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ബണ്ണ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഫ്രഷായത് നോക്കി വാങ്ങിക്കുക. ഡേറ്റ് നോക്കണം എപ്പോഴും. എന്നിട്ട് നമ്മൾ അപ്പുറം ഒരു ഗീ തടവിയ ഒരു പാനിൽ ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ ആയാലും കുഴപ്പമില്ല, ബട്ടർ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഈ ബണ്ണ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ അത് സോഫ്റ്റ് ആവുകയും ചെയ്യും കുറച്ചുകൂടെ. അതൊന്ന് ഉരുകിയിട്ട് ഇതൊക്കെ നമ്മൾ ചൂട് കുറച്ച് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ബണ്ണെടുത്ത് നമ്മൾ ഒന്ന് അതിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അങ്ങനെ എല്ലാ ബണ്ണും അതേപോലെ തന്നെ ചൂടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ട് ഒരു 2-3 ദിവസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ എന്നിട്ട് ഈ ഉണ്ടാക്കിയ പാറ്റീസ് നമ്മളിങ്ങനെ പരത്തി ഉണ്ടാക്കിയ ചെറിയ ഇതുണ്ടല്ലോ, അത് നമ്മൾ ഓരോന്നും ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അതൊന്ന് ക്രിസ്പി, പുറം ഭാഗം കട്ട്ലറ്റ് പോലെ തന്നെ ക്രിസ്പി ആവും കേട്ടോ. അപ്പോൾ ഉൾഭാഗമൊന്നും വേവേണ്ട കാര്യമില്ല, നമ്മളെല്ലാം വേവിച്ചതാണ്. പിന്നെ അതിനെ വീണ്ടും വേവിക്കേണ്ട കാര്യം വരുന്നില്ല കേട്ടോ.
അപ്പോൾ അത് ഇങ്ങനെ ഓരോന്ന് ചൂടാക്കി വെച്ചതിന് ശേഷം ഇനി നമ്മൾക്ക് ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സോസ് നിങ്ങൾക്ക് ഈ സോസ് ഉപയോഗിക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇന്ന സോസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഏത് ടേസ്റ്റാണോ ഇഷ്ടം അത് ആ ഇഷ്ടമുള്ള സോസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു ലെയറ് ക്യാപ്സിക്കം അതുപോലെ തന്നെ തക്കാളി ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ചീസൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം കൊണ്ട് കമത്തി മൂടാം. സംഗതി ഓക്കെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ റെഡിയാണ്. വളരെ എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 20 നേരം വന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇനി എന്താ വേണ്ട, ഇനി സമയം പാഴാക്കാതെ നമ്മളുടെ വീട്ടിലുള്ള പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, നമ്മൾ വീട്ടിലുണ്ടാക്കാവുന്ന കുറച്ച് സ്ഥലമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഗ്രോ ബാഗ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുക. മല്ലി മുളപ്പിക്കാം, ഇഞ്ചി മുളപ്പിക്കാം, പച്ചമുളക് വെച്ചുണ്ടാക്കാം. അങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അത് മനസ്സിലാക്കാം. നമ്മളുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കണം വേണ്ടേ. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൂടി പരിശ്രമിക്കണം. ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അത് അതിനനുസരിച്ച് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ. ജീരകം, മല്ലി എല്ലാ സാധനങ്ങളും നമ്മൾ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. പറ്റാവുന്ന കാര്യങ്ങളൊക്കെ സമയം കളയാതെ ചെയ്യാം. ഓക്കെ, ബൈ. വീണ്ടും കാണാം.